എന്താണ് ഭക്തിയോഗം? മോക്ഷമാർഗങ്ങളായി ഉപദേശിക്കപ്പെട്ടിട്ടുള്ള 4 പ്രധാന യോഗങ്ങളാണ് ഭക്തിയോഗം, കർമ്മയോഗം, ജ്ഞാനയോഗം, രാജയോഗം എന്നിവ. മോക്ഷം എന്ന പരമപദത്തിലെത്തിച്ചേരുവാനുള്ള 4 ദിവ്യ സഞ്ചാരവീഥികളെന്ന് നമുക്കിവയെ കണക്കാക്കാം. വ്യക്തികളുടെ പ്രകൃതത്തിനനുസൃതമായി ഈ മാർഗങ്ങൾ പിന്തുടരാവുന്നതാണ്. 4 മോക്ഷമാർഗങ്ങളിൽ താരതമ്യേന ഏറ്റവും ലളിതമായ വഴിയായി ഗണിച്ചിരിക്കുന്ന വിഭാഗമാണ് ഭക്തിയോഗം. ഭജ എന്ന മൂലപദത്തിൽ നിന്നാണ് ഭക്തി എന്ന വാക്കിൻ്റെ ഉത്ഭവം. ഭജ് എന്നാൽ ഭഗവത് സേവ എന്നാണ് അർത്ഥം. ഈ യോഗത്തിൽ ഭക്തനും ഭഗവാനും തമ്മിലുള്ള ബന്ധത്തിൻ്റെ തീവ്രതയും ഭക്തന്റെ പൂർണ്ണ സമർപ്പണവുമാണ് മോക്ഷത്തിലേക്കുള്ള ദൂരം നിശ്ചയിക്കുന്നത്. മസ്തിഷ്കത്തേക്കാൾ ഹൃദയമാണ് ഭക്തിയോഗത്തിൽ കൂടുതൽ പ്രവർത്തിക്കുന്നത്. ഭക്തമീര, സൂർദാസ്, പൂന്താനം തുടങ്ങി എത്രയോ മനോഹരമായ ഉദാഹരണങ്ങൾ ഭക്തിയോഗത്തിൽ നമുക്ക് കാണുവാനാകും. ത്വമേവ മാതാ ച പിതാ ത്വമേവ, ത്വമേവ ബന്ധുശ്ച സഖാ ത്വമേവ, ത്വമേവ വിദ്യാ ദ്രവിണം ത്വമേവ, ത്വമേവ സർവം മമ ദേവദേവ. ഈ 4 വരികളിൽ ഭക്തിയോഗത്തിൽ ഭക്തനും ഭഗവാനും തമ്മിലുള്ള സമർപ്പണത്തിൻ്റെ സകല ഭാവങ്ങളുമുണ്ട്. അല്ലയോ ദേവാദിദേവ, അങ്ങാണ് എൻ്റെ മാതാവും പിതാവും, അങ്ങാണ് എൻ്റെ ബന്ധുവും സുഹൃത്തും, അങ്ങാണ് എൻ്റെ അറിവും സമ്പത്തും, അങ്ങാണ് എൻ്റെ സമസ്തവും. എത്ര ഉദാത്തമായ വിശ്വാസവും സമർപ്പണ ഭാവവുമാണ് ഈ വരികളിൽ തെളിയുന്നത്. കായികം, വാചികം, മാനസികം എന്നിങ്ങനെ 3 വിധത്തിൽ നമുക്ക് പ്രാർത്ഥന പിന്തുടരാവുന്നതാണ്. കായികം ശാരീരിക തലവുമായി ബന്ധപ്പെട്ടതാണ്. ഉദാഹരണത്തിന് ഭഗവാനെക്കുറിച്ച് കേൾക്കുക, അർച്ചന ചെയ്യുക എന്നതെല്ലാം കായിക വിഭാഗത്തിൽ ഉൾപ്പെടുന്നു. ഭഗവാന്റെ നാമങ്ങൾ ഉച്ചരിക്കുന്നതും കീർത്തനങ്ങൾ ഉറക്കെ പാടുന്നതുമെല്ലാം വാചിക വിഭാഗത്തിനുള്ളിൽ ഉള്ളതാണ്. ഭഗവത് സ്മരണയും ഭക്തിപൂർവമുള്ള ആത്മസമർപ്പണ ഭാവവുമെല്ലാം മാനസികത്തിനുള്ളിൽ വരുന്ന ആചരണങ്ങളാണ്. ഭക്തിയുടെ ഈ തലങ്ങളെ വിശദമായി 9 രീതിയിൽ തരംതിരിച്ചിട്ടുണ്ട്. അതാണ് നവവിധ ഭക്തി. അതിനെക്കുറിച്ച് ഭക്തിയോഗത്തിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. 1 ശ്രവണം, 2 കീർത്തനം, 3 സ്മരണം, 4 പാദസേവനം, 5 അർച്ചന, 6 വന്ദനം, 7 ദാസ്യം, 8 സഖ്യം, 9 ആത്മനിവേദനം. ഇത് ഓരോന്നായി നമുക്കൊന്ന് പരിചയപ്പെടാം. ശ്രവണം എന്നാൽ ശ്രദ്ധയോടുകൂടിയുള്ള കേൾക്കലാണ്. പ്രാചീന സംഹിതകളിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ആചാര്യമുഖത്ത് നിന്നോ അല്ലെങ്കിൽ ഉത്തമനായ ഒരു ഭക്തനിൽ നിന്നോ കേൾക്കലാണ് ശ്രവണം. ഭഗവാന്റെ ഗുണചരിത്രവും കഥകളും വർണ്ണിക്കുന്ന ആധ്യാത്മികതയുടെ പ്രാധാന്യം വിശദീകരിക്കുന്ന സപ്താഹങ്ങളും നവാഹങ്ങളുമെല്ലാം ഇതിന് ഉദാഹരണമാണ്. കീർത്തനമെന്നാൽ ഗാനം ചെയ്യലാണ്. ഭക്തികാവ്യങ്ങളും സ്തോത്രങ്ങളും ശ്ലോകങ്ങളും ഒറ്റയ്ക്കോ കൂട്ടമായോ ചൊല്ലുന്നതാണ് കീർത്തനം. ഭജനാലാപനങ്ങളും ഭക്തിരാഗസുധയുമെല്ലാം ഈ കൂട്ടത്തിൽ ഉൾപ്പെടും. സ്മരണം എന്നാൽ ഓർമ്മിക്കലാണ്. ഭഗവാന്റെ നാമവും രൂപവും സ്ഥിരമായി നിരന്തരം മനസ്സിൽ ഓർക്കുകയും ധ്യാനിക്കുകയും ചെയ്യുന്ന മനോഹരമായ അനുഭവമാണ് സ്മരണം. സദാ മനസ്സിൽ ഭഗവത് ചിന്തയെ ഊട്ടിയുറപ്പിക്കുന്നതാണ് ഈ ഭാവം. താൻ ചെയ്യുന്ന സകല സേവന കർമ്മങ്ങളും ഭഗവാന് വേണ്ടിയാണെന്ന ചിന്തയിൽ ഒരാൾ ചെയ്യുകയാണെങ്കിൽ അതിനെ പാദസേവനമായി കണക്കാക്കാം. കർത്തൃത്വഭാവം ഉപേക്ഷിച്ച് നിരുപാധികമായി ഭഗവാനിൽ പൂർണ്ണ സമർപ്പണം അർപ്പിച്ചുകൊണ്ടുള്ള പ്രവൃത്തിയാണിത്. പൂജ, ഹവനം, ഹോമം എന്നിങ്ങനെ ആചാരാനുഷ്ഠിതമായ കാര്യങ്ങളിലൂടെ ഈശ്വരനെ ഭജിക്കുന്നതാണ് അർച്ചന. ഭഗവാന്റെ വിഗ്രഹത്തിന് മുന്നിലോ അല്ലെങ്കിൽ ഭഗവത് തുല്യമായ സന്നിധികളിലോ ചെയ്യുന്ന ആത്മാർത്ഥമായ പ്രണാമമാണ് വന്ദനം. ദാസ്യം എന്നാൽ ഭഗവാനോടുള്ള ചോദ്യം ചെയ്യപ്പെടാത്ത സമർപ്പണ ഭാവമാണ്.
തൻ്റെ ലോകത്തിൻ്റെ പൂർണ്ണമായ അധികാരം ഭഗവാനാണെന്നും ആ മഹാശക്തിയുടെ അധീനതയിലുള്ള സേവകനാണ് താനെന്നുമുള്ള ഭാവം ഭക്തനിൽ ശക്തമായിരിക്കും. ദാസ്യത്തിൽ കാണപ്പെടുന്ന വിധേയഭാവത്തിൽ നിന്നും തീർത്തും വ്യത്യസ്തമായ മിത്രഭാവമാണ് സഖ്യത്തിലേത്. ഇവിടെ ഭക്തനും ഭഗവാനും തമ്മിൽ വളരെ ആഴത്തിലുള്ള ഒരു സൗഹൃദം രൂപം കൊണ്ടിരിക്കുന്നു. ഒരു സുഹൃത്തിനോടെന്ന പോലെ തൻ്റെ സകല സുഖദുഃഖങ്ങളും പങ്കുവയ്ക്കാനുള്ള സ്വാതന്ത്ര്യം സഖ്യഭാവത്തിൽ ഉണ്ട്. ആത്മനിവേദനം പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ സ്വയം സമർപ്പണമാണ്. സർവവും തന്നെയും ഭഗവാൻ അർപ്പിച്ച് എല്ലാ കർമ്മങ്ങളിലും വ്യാപൃതനായ ഒരു വ്യക്തി ആത്മനിവേദനം ആചരിക്കുന്നുവെന്ന് നമുക്ക് പറയാം. ആരാധനയെന്നാൽ ഭഗവാനോട് ഭക്തനുള്ള അതിതീവ്രമായ സമർപ്പണ ഭാവത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും പ്രതിഫലനമാണ്. ഈശ്വരാരാധനയിലൂടെ സാധകന് ധാരാളം ഗുണവിശേഷങ്ങൾ കൈവരാറുണ്ട്. ഹൃദയത്തെ വിമലീകരിക്കുവാനും മനസ്സിനെ ശാന്തമാക്കുവാനും വളരെ പ്രകാശാത്മകമായ ഗുണങ്ങളും തരംഗങ്ങളും സൃഷ്ടിക്കുവാനും പഞ്ചകോശങ്ങളെ സന്തുലിതമാക്കുവാനും ക്രമേണ ആത്മസാക്ഷാത്കാരത്തിൻ്റെ വീഥിയിലേക്ക് സഞ്ചരിക്കുവാനും ഭക്തിയോഗത്തിൻ്റെ ആചരണത്തിലൂടെ സാധിക്കും. എല്ലാവർക്കും വീഡിയോ പ്രയോജനപ്രദമായല്ലോ. അപ്പോൾ തീർച്ചയായും ഈ അറിവ് മറ്റുള്ളവർക്കായി പങ്കുവയ്ക്കുക. ശ്രീ ഋഷിയുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. നമസ്കാരം.